തിരുവനന്തപുരം വർക്കലയിൽ ലഹരി മാഫിയ സംഘം സിപിഐഎം പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികൾ പിടിയിൽ. പോലീസ് മേധാവി കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വർക്കല വെട്ടൂർ സ്വദേശികളായ ഹായിസ്, നൂഹു, സെയ്ദാലി, ജസീം എന്നിവരാണ് പിടിയിലായത്. വിജയൻ വായാന്തോട് വിവരങ്ങൾ നൽകാനുണ്ട്. വിജയൻ, ഈ പ്രതികളെ എവിടെ നിന്നാണ് പിടിക്കുന്നത്? എന്താണ് ഇവരുടെ പശ്ചാത്തലം? പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയോ? അന്ന, കഴിഞ്ഞ ദിവസമാണ് ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും ഒക്കെ പോലീസിൽ പരാതി നൽകുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തതിന് സിപിഎം പ്രവർത്തകനായ ഷാജഹാനെ ഈ ലഹരി മാഫിയ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയത്. കുറ്റിക്കാട്ടിൽ പതിയിരുന്ന ശേഷം ഷാജഹാൻ വരുന്ന വഴിയിൽ വെച്ചായിരുന്നു ഇവർ കൊലപ്പെടുത്തിയത്. ഇതിലെ 5-ാം പ്രതി നേരത്തെ തന്നെ പിടിയിലായിരുന്നു. വെട്ടൂർ സ്വദേശി ആഷിറിനെയാണ് സംഭവ ദിവസം തന്നെ പോലീസ് പിടികൂടിയത്. മറ്റ് 4 പ്രതികൾക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയായിരുന്നു. തമിഴ്നാട് വഴി തിരിച്ച് തിരുവനന്തപുരം നഗരത്തിലേക്ക് കടന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഘം ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിടികൂടുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഈ പ്രതികൾ ഉള്ളത്. ഒരാൾ നേരത്തെ റിമാൻഡിലാവുകയും ചെയ്തു. തുടർ നടപടി എന്ന നിലയിൽ ഇനി ഇവരെ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പിനും ശേഷം കോടതിയിലേക്ക് ഹാജരാക്കും. നേരത്തെ തന്നെ സിപിഎം ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരായ ശക്തമായ പ്രതിഷേധവും ഒപ്പം തന്നെ പ്രതിരോധവും ഒക്കെ വർക്കല ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വർക്കല കേന്ദ്രീകരിച്ച് ഈ ലഹരി മാഫിയ സംഘം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരായ ജാഗ്രതാ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ ലഹരി മാഫിയ സംഘം ഷാജഹാനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. വി ജോയി ഉൾപ്പെടെയുള്ളവർ ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് നിലവിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 4 പ്രതികൾ കൂടി പിടിയിലായത്. ശരി, വിജയൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.